മുനിഷി രാവിലെ തന്നെ അനീഷിനോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അത്ഭുതമായിരിക്കുന്നു, എന്നിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു. രണ്ടുപേരുടെ നടന്നു വന്നിട്ട് അനീഷ് തിരിയുമ്പം പറയാം, നീ തിരിയുമ്പോൾ ഞാൻ തിരിയുന്നെന്ന്. അപ്പോൾ അനീഷ് പറയാം, ആ കറക്റ്റ്, അതെ, അതൊരു അത്ഭുതമായിരിക്കുന്നു. പക്ഷേ നമ്മൾ പൊസിഷൻ മാറി. അങ്ങോട്ട് പോയപ്പോൾ അനീഷ് അപ്പുറത്തെ സൈഡിലായിരുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡായിരുന്നു. അതെങ്ങനെ സംഭവിച്ചെന്ന് അനീഷിനോട് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയാം, അങ്ങനെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കരുതെന്ന്. ഞാൻ അനീഷിൻ്റെ കൂടെ ഇല്ല എന്ന് ചിന്തിക്കണോ എന്ന് അയാൾ ചേച്ചി ചോദിക്കുന്നു. അപ്പം അനീഷ് പറയാം, നമ്മൾ ഒള്ളി സ്വന്തമായിട്ട് നടക്കുന്നുള്ള ഒരു ഫീലിങ്സേ വരാവുള്ളൂ, വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കില്ല, അനീഷ് പറയാണ്. അപ്പം മുൻഷി ചോദിക്കുക, കപ്പില്ലാത്ത കുഴപ്പമാണോ? ഉടനെ അനീഷ് തിരിഞ്ഞിട്ട് കിച്ചണിലോട്ട് നോക്കിയിട്ട്, കപ്പ് വേണോ? അല്ല, അനീഷിൻ്റെ കയ്യിലൊരു കപ്പ് ഇരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മുൻഷി സംസാരിച്ചത്. പിന്നെ പതുക്കെ പതുക്കെ ഒരു പതിഞ്ഞ താളത്തിൽ നടക്കാവുള്ളൂ എന്ന് അനീഷ് വീണ്ടും പറയാം. നമ്മൾ ലോട്ടറി എടുക്കാനൊന്നും അല്ല പോകുന്നത്, നമ്മൾ ബിഗ് ബോസ് ഹൗസിലാണ്. നമ്മൾ വീട്ടിലെങ്ങനെ നടക്കും? നമുക്ക് വീട്ടിൽ നടക്കാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ വേറെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കില്ലല്ലോ. നമ്മൾ വീട്ടിലെങ്ങനെ നടക്കുന്നത്? വീട്ടിൽ ഫാസ്റ്റായിട്ട് നടന്നിട്ട് നമുക്കൊന്നും കീഴടക്കാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇവിടെയും അങ്ങനെ പതുക്കെ നടക്കണം. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര സ്പീഡിൽ നടക്കാറുണ്ടെന്ന് പറയുമ്പോൾ അത് എക്സസൈസ്. ഇത് എക്സസൈസ് അല്ല, ഇതൊരു വീട്ടിലുള്ള നടത്തമാണ്. അപ്പം നമ്മൾ പതുക്കെ നടന്നാൽ മതി. അത് കണ്ടോ, അവിടെ ഒരു പൂമരം, ആ പൂമരത്തിൽ നിറയെ ലൈറ്റുകൾ ഇട്ടിരിക്കുന്നു. അപ്പം മുൻഷി പറയാം, ഞാനത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ, അപ്പുറത്ത് കിച്ചൺ കാണുന്നില്ലേ എന്ന് പറയുന്നു. ഇതേ ഇവിടേക്ക് നോക്ക്, ഡൈനിങ് ടേബിൾ, കസേരകളൊക്കെ നോക്ക്, നല്ല നീറ്റായിട്ട് പറക്കിയിട്ടിരിക്കുന്നത്, മനസ്സിലായോ? അതാണ്. ഇതേ ഇപ്പുറത്ത് നോക്ക്, അനീഷ് ഓരോന്നും ഞുണ്ടി കാണിക്കുകയാണ്. ഇപ്പുറത്ത് നോക്ക്, മഞ്ഞ സോഫ കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്ടോ. ഇനി ഇതാ ഈ ഭാഗത്തേക്ക് നോക്കൂ. കണ്ട അനീഷ, ഇപ്പോഴാണ് ഞാനിതെല്ലാം കാണുന്നത്, എൻ്റെ കണ്ണൊന്ന് മനസ്സ് തുറന്നു. അപ്പം അനിമോള് ഓപ്പോസിറ്റ് നടന്നു വരുന്നത്. അപ്പം ചോദിക്കുന്നത്, ഇതാരാ വരുന്നത്? അത് അനിമോള്. അപ്പം അനിമോളുടെ ചുണ്ടിലെന്താണ്? അത് അവരവരുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അന്നേരം മുൻഷി വന്ന് അനിമോളുടെ ചുണ്ടിലോട്ട് നോക്കുന്നത്. അന്നേരം അനിമോൾ ചോദിക്കുക, എന്തേ, വെറ്റ മുറുക്കിയതാ? എന്നിട്ട് അനിമോളൊക്കെ നടന്നു പോകുന്നു. അപ്പോൾ എല്ലാവരോടും ചിരിക്കുന്നു. അത് ബെഡ്റൂമാണല്ലേ? അതെ. അപ്പോൾ അവിടെ കിടക്കൂലേ? മുൻഷി കളിയൊക്കെ ചോദിക്കുകയാണ്. ഇപ്പം കിടക്കാനുള്ള സമയമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ശാരിക വന്നപ്പോൾ ചോദിക്കുന്നത്, ഇതാരാന്ന് ചോദിക്കുന്നത്. ഇതറിയില്ലേന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നു. ഇത്രയും സാധനങ്ങൾ പരിചയപ്പെടുത്തിയപ്പം പിന്നെ വരുന്ന ആളെ പരിചയപ്പെടുത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശാരികയെന്ന് പറയുന്നു. പ്രിയപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, അതേ, എഴുത്തുകാർക്ക് മാത്രം പരിചയമുള്ളതാണെന്ന് ശാരിക പറയുന്നു. അത് എഴുത്തുകാർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശാരികയെ കണ്ട് ഇങ്ങനെ ഓരോരുത്തർ വരും. അപ്പോൾ പിന്നെ നമ്മുടെ ചിന്ത അത് മാത്രമാവും. അങ്ങനെ പാടുള്ളൂ. അത് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. അപ്പോൾ ചോദിക്കുന്നത്, അനീഷ് ചിന്തിക്കാറുണ്ടോ? ഇല്ല, വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ നടക്കുക. അപ്പം മുനിഷി പറഞ്ഞു, കുറച്ച് ദിവസമായിട്ട് വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്ന അനീഷിന് കുറേ ചിന്തകൾ വന്ന് ആ ചിന്തകളുടെ ക്ലൈമാക്സിൽ അനീഷിന് ആ ചിന്തകൾ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതൊക്കെ വിട്, അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പാർട്ടുകളാണെന്ന് അനീഷ്. വേറൊന്നും ചിന്തിക്കില്ലെന്ന് ഉപദേശിക്കുന്ന ആളാണ് അത് ചെയ്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? അനീഷ് വിഷയം മാറ്റാൻ വേണ്ടി പറയുന്ന അത് നിവിൻ അങ്ങോട്ട് നടന്നു വരികയാണ്. അപ്പോൾ അതിന് നിവിൻ എന്ന് പറയുന്നു. ഈ ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ രഞ്ജിത്തേട്ടാ, നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അനീഷ് വീണ്ടും പറയാം, നമുക്ക് സ്വാഭാവികമായിട്ടും ചിലരോട് കൂടുതൽ ഇഷ്ടം തോന്നും, ചിലരോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ തോന്നും. എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മളെന്താ വേണം, അവരുടെ തീരുമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പം മുൻഷി പറയുന്ന, അതാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. മുൻഷി അനീഷിനെ വിടാൻ തയ്യാറല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അന്നപ്പം മൂലം അനീഷിൻ്റെ പിന്നാലെ നടന്ന് ചൊറിയാണ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം.